കെ മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ച് സർക്കാർ. തിരുവനന്തപുരം കവടിയാറിൽ 25 സെന്റ് ഭൂമിയാണ് കെ മാണി ഫൗണ്ടേഷന് 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തലശ്ശേരി വാടിക്കകത്ത് കോടിയേരി സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിനും ഭൂമി അനുവദിച്ചിട്ടുണ്ട്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ രണ്ട് തീരുമാനങ്ങൾ വരുന്നത്. അമൽ തേനംപറമ്പിൽ വിവരങ്ങളുമായി. അമൽ, കേരള കോൺഗ്രസ് എം UDF-ലേക്ക് പോകുമോ, UDF-നൊപ്പം തിരികെ പോകുമോ എന്ന ചോദ്യം എന്ന രാഷ്ട്രീയ ചർച്ച നടക്കുന്നതിനിടയിലാണ് കെ മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ നീക്കം. അതിനെയും ഇപ്പോഴത്തെ ചർച്ചകളെയും ചേർത്ത് വായിക്കണോ? മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നു രണ്ട് നിർണായക വിഷയങ്ങളിൽ. ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം. കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ അക്കാദമി ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ളതാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കെ മാണി മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കെ മാണിക്കും സ്മാരകം ഒരുങ്ങുകയാണ്. കവടിയാറിൽ ഇതിനുള്ള സ്ഥലവും അനുവദിച്ചിരിക്കുന്നു. നിർണായകമായൊരു തീരുമാനം ഉണ്ടാകുന്നത് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച വിഷയത്തിലെ അഭ്യൂഹങ്ങൾക്കും ചർച്ചകൾക്കുമെല്ലാം ഇടയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം വിശദീകരിച്ച് വരുമ്പോൾ ഈ രണ്ട് തീരുമാനങ്ങളും അടുത്തടുത്തുള്ള വാർത്താക്കുറിപ്പ് എത്തുകയാണ്. ആ വാർത്താക്കുറിപ്പിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. കവടിയാറിൽ സ്ഥലം നൽകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2020 ബജറ്റിൽ അന്ന് തോമസ് ഐസക് കെ എം മാണിക്ക് ഒരു സ്മാരകം എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അന്ന് കെ എം മാണിയുടെ കേരള കോൺഗ്രസ് എം അന്ന് UDF-നൊപ്പം ഉണ്ടായിരുന്ന കാലമാണ്. അന്ന് തോമസ് ഐസക് പറഞ്ഞ വാചകം, രാഷ്ട്രീയപരമായി തങ്ങൾക്ക് കെ എം മാണിയോട് വിയോജിപ്പുണ്ട് എങ്കിലും കെ എം മാണിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്, അതിനാൽ തന്നെ ഒരു സ്മാരകം പണിയണം, അതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ആ സ്മാരകം എന്നുള്ള തീരുമാനം പിന്നീട് ഇങ്ങ് നീണ്ടു പോയി. 5 വർഷം കഴിയുന്നു. 5 വർഷം കഴിയുമ്പോൾ സ്മാരകം എവിടെ എന്നൊരു ചോദ്യം നിരന്തരമായി ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ തീരുമാനം എന്നും കൂടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ശേഷിക്കെ ഈ മുന്നണി മാറ്റം സംബന്ധിച്ച് ചർച്ച സജീവമായി നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരം തീരുമാനമുണ്ടാകുമ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും. അതായത് ഇപ്പോഴത്തെ ചർച്ചകളുടെ തുടർച്ചയെ തന്നെ കാണേണ്ടി വരും. കെ എം മാണി ഫൗണ്ടേഷന്, കെ എം മാണി സ്മാരകത്തിന് ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ ഈ തീരുമാനത്തെ നേർന്ന മന്ത്രിസഭാ യോഗമാണ് വളരെ പ്രധാനപ്പെട്ടൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കവടിയാറിൽ ഈ ഭൂമി നൽകും എന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം. R1-ന് 100 രൂപ നിരക്കിൽ 30 വർഷത്തേക്ക് പാട്ടത്തിന് നൽകും എന്നതാണ് തീരുമാനം. സാധാരണ ഇത്തരത്തിൽ ഭൂമി അനുവദിക്കുമ്പോൾ ഉള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ഇങ്ങനൊരു പാട്ടത്തുക, ചെറിയൊരു പാട്ടത്തുക കൂടി നിശ്ചയിച്ചുകൊണ്ട് ഭൂമി നൽകുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തീരുമാനമാണ് മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അമൽ, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം വന്നതാണ്. ഇടതുമുന്നണിക്കൊപ്പം ഉറച്ചു നിൽക്കും, വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന സൂചന കൂടി അദ്ദേഹം നൽകുമ്പോഴും പാർട്ടി മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനം വരുന്നു. അതിനിടയിൽ നടന്ന ചർച്ചകളുടെ കൂടി തുടർച്ചയായിരിക്കില്ലേ ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ തീരുമാനവും? സ്വാഭാവികമാണ്. കാരണം ഈ മുന്നണി മാറ്റം സംബന്ധിച്ച വിഷയത്തിൽ കേരള കോൺഗ്രസിലെ അണികൾക്കിടയിലൊക്കെ രണ്ട് അഭിപ്രായമുണ്ട്. മാത്രമല്ല സഭയുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദമുണ്ട് എന്നുള്ള ഒരു വാർത്ത ജോസ് കെ മാണി നിഷേധിക്കുമ്പോഴും അത്തരത്തിൽ ചില സമ്മർദ്ദങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം UDF-ൽ നിന്നും പോയ ശേഷം രാഷ്ട്രീയമായി ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി ഒരു രാജ്യസഭാ MP സ്ഥാനം കിട്ടിയതിനപ്പുറത്ത് പാലായിലുള്ള പരാജയമടക്കം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി നേരിട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി പാലാ മുനിസിപ്പാലിറ്റി അടക്കം നഷ്ടപ്പെട്ടു, ജില്ലാ പഞ്ചായത്ത് അടക്കം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഒരു രാഷ്ട്രീയമായുള്ള തിരിച്ചടിയാണ് എങ്കിൽ കൂടി കേരള കോൺഗ്രസ് എമ്മിന് ഏതെങ്കിലും തരത്തിൽ LDF-ൽ നിന്നും അവഗണന നേരിട്ടു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. കാരണം സീറ്റ് വിഭജനത്തിൽ പോലും കോട്ടയത്തടക്കം ഇടുക്കിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ, പത്തനംതിട്ട അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കേരള കോൺഗ്രസ് എം ആവശ്യപ്പെട്ട സ്ഥലങ്ങളിൽ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇടതുമുന്നണിയിൽ നിന്നും ഉണ്ടായത്. അതിനാൽ ഇടതുമുന്നണിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവഗണന ഉണ്ടായി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അവഗണന ഉണ്ടായി എന്നോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവഗണന ഉണ്ടായി എന്നോ പരിഗണിക്കാതിരുന്നു എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ എടുത്തു നോക്കുമ്പോൾ ആകെ പറയുന്ന ഒരു അവഗണന എന്ന് പറയുന്നത് കെ എം മാണി 5 വർഷം മുൻപ് തോമസ് ഐസക് ബജറ്റിൽ പ്രഖ്യാപിച്ച ആ സ്മാരകം എവിടെ എന്നുള്ളൊരു ചോദ്യമായിരുന്നു ഒരു വിഭാഗം ചോദ്യത്തിനും ഉത്തരമായിരിക്കുന്നു. ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇടതുമുന്നണി വിട്ടുപോകുന്നതിന് കേരള കോൺഗ്രസ് എമ്മിന് അനുകൂലമായി ഉണ്ടാകരുത് എന്നത് വളരെ പ്രധാനമാണ്. LDF-നെ സംബന്ധിച്ച് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആവശ്യപ്പെട്ട സീറ്റുകളെല്ലാം നൽകിയതടക്കം ഒരു തരത്തിലും കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കാതെ ഒപ്പം നിർത്തുകയാണ്. അതിന്റെ തുടർച്ചയായി ഇപ്പോഴിതാ കെ മാണിയുടെ സ്മാരകത്തിന് വേണ്ടിയുള്ള ഭൂമിയുടെ കാര്യത്തിലും മന്ത്രിസഭാ യോഗത്തിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വന്നിരിക്കുന്നു. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.